എല്ലാവർക്കും നമസ്കാരം. സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആ കാണുന്നതാണ് ടാറിംഗ് റോഡ്. ടാറിംഗ് റോഡിൽ നിന്നും ടിപ്പറടക്കം വലിയ വാഹനങ്ങൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന രീതിയിൽ വഴിയുള്ളതും ഏകദേശം 20 മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ഈ വീട് ഉള്ളത്. വീടിൻ്റെ മുൻവശത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ആവശ്യാനുസരണം എത്ര കാറുകൾ വേണമെങ്കിലും പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള സ്ഥല സൗകര്യത്തോട് കൂടിയിട്ടുള്ള, അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിലും എല്ലാ സൗകര്യത്തോടു കൂടിയിട്ടുള്ള, വീടിൻ്റെ മുൻവശത്ത് ഇൻ്റർലോക്ക് കട്ടയും കാര്യങ്ങളൊക്കെ മുറ്റത്ത് വിരിച്ചിട്ടുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ആദ്യമേ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, വീടിൻ്റെ എല്ലാ ഡീറ്റെയിൽസും, വീടായാലും സ്ഥലമായാലും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഉൾപ്പെടെ പൂർണ്ണമായും ആ വീഡിയോയിൽ ഉൾപ്പെടുത്തി പറയുന്നതാണ്. ഒരു 5-6 മിനിറ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായും ആ വീടിൻ്റെ ഒരു പിക്ചർ കാര്യങ്ങൾ മനസ്സിലാകും. എന്നിട്ട് നിങ്ങളൊരു യാത്ര ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് തീരുമാനിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഞങ്ങൾക്കുണ്ടാകുന്ന സമയവും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും അതുമൂലം സാധിക്കും. ഇത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെയ്ത ഒരു വീടിൻ്റെ വീഡിയോയിൽ മുകൾ ഭാഗത്ത് 2 ബെഡ്റൂമുകളുടെ വർക്കും കാര്യങ്ങളൊന്നും പൂർണ്ണമായും നടത്തിയിട്ടില്ല എന്നുള്ളതും, അതുപോലെ തന്നെ അതിൻ്റെ ബാത്റൂമിൻ്റെ വർക്കും കാര്യങ്ങളൊന്നും മുകൾ ഭാഗത്തെ താഴത്തെ പൂർണ്ണമായും എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. മുകൾ ഭാഗത്ത് വർക്കുകൾ ഇനിയും കംപ്ലീറ്റ് ആക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്ത് പറഞ്ഞിരുന്നു. എന്നാൽ വീഡിയോ പകുതി ഭാഗം കണ്ടപ്പോഴേക്കും വാഹനം വിളിച്ച് വീട് കാണാൻ വരികയും, നമ്മൾ വിളിക്കുമ്പോൾ അവർ വീഡിയോ പൂർണ്ണമായും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളും പോകുന്നത്. അവിടെ ചെന്നപ്പോഴാണ് മുകൾ ഭാഗത്ത് ഇങ്ങനെ കാണുമ്പോൾ, അവർ അവിടെ വെച്ച് വീഡിയോയുടെ ബാക്കി ഭാഗം കൂടി കാണുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യവും തമ്മിലൊരു വ്യത്യാസമില്ല. അവർ പൂർണ്ണമായി ആ വീഡിയോ കാണാതിരുന്നത് കൊണ്ടാണ് ആ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളും ഉണ്ടായത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ നമ്മൾ കൂട്ടിച്ചേർത്ത് പറയുന്നത്. ഇത് പറയാൻ കാരണം, നമ്മൾ ഒരു വീടായാലും സ്ഥലമായാലും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് സഹിതം ഫുള്ള് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ വീഡിയോയിൽ തന്നെ വിവരിക്കുന്നുണ്ട്. അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ആളുകൾ പല ടൈപ്പിലാണ്. ചിലർക്ക് പുതിയ വീട് വേണം, ചിലർക്ക് പകുതി വീട് വേണം, ചിലർക്ക് പകുതി വർക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും അവർക്ക് എടുത്തതിന് ശേഷം കുറച്ച് മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യണം. അത്തരത്തിൽ ആളുകൾ പല ടൈപ്പിലാണ്. അപ്പോൾ ആ ടൈപ്പിലുള്ള വീടുകളും അതിൻ്റെ ഭാഗങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുന്നവർ മാത്രം വരുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു തരുവാൻ എളുപ്പത്തിലാകും. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനും നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വരുമ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ഏർപ്പാടാക്കി തരുന്നതാണ്. മുടക്ക് ദിവസങ്ങളിലാണ് കൂടുതൽ ആളുകൾ വീടുകൾ കാണാൻ വരുന്നത്. അത് ഒരു പാർട്ടി മുണ്ടൂർ വരുമ്പോൾ അടുത്തൊരു പാർട്ടി മണ്ണുത്തിയിലാകും. അപ്പോൾ അത്തരത്തിൽ വീട് പൂർണ്ണമായും കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് വരേണ്ടതുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് വീടിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായി തന്നെ നമ്മൾ അവതരിപ്പിക്കുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ വന്ന് കാണുമ്പോൾ ഞങ്ങൾ പറഞ്ഞതിൽ നിന്നും ഒരു വ്യത്യാസവും ഇല്ലാത്ത രീതിയിലാണ് ഞങ്ങൾ ഈ വീഡിയോ എടുത്ത് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയുന്ന ഡിസ്റ്റൻസ് കാര്യങ്ങളിൽ മാത്രമാണ് ചെറിയ ഒരു വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. എന്നിരുന്നാലും വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകളുടെ ക്ലാരിറ്റി നിങ്ങൾക്ക്, നമ്മുടെ സിനർജി ക്രിയേഷൻ്റെ മെമ്പേഴ്സിനും ആളുകൾക്കൊക്കെ പൂർണ്ണമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ കാര്യം കൂടി ഒന്ന് ആഡ് ചെയ്ത് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി വലത് ഭാഗത്തുള്ള സബ്സ്ക്രൈബ്, കറുത്ത എംബ്ലത്തിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. അതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന മണിയുടെ ചിഹ്നമായിട്ടുള്ള ബെൽ ഐക്കൺ ഒന്ന് അമർത്തുക. തൊട്ടപ്പുറത്ത് ഇടത് തള്ളവിരൽ കൊണ്ട് ലൈക്കിൻ്റെ ബട്ടൺ ഒന്ന് ചെയ്യുക. ഇത്തരത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ കുറഞ്ഞ റേറ്റിലായാലും മീഡിയം ബഡ്ജറ്റിലായാലും ഹൈ ബഡ്ജറ്റിലായാലും കുറഞ്ഞ റേറ്റിലുള്ള സ്ഥലമായാലും ഏതായാലും നമ്മൾ ചെയ്യുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് വരാം. ഈ വീട് 8.5 സെൻറ്റ് സ്ഥലത്തിൽ 1720 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമിൻ്റെ അധികം ബഡ്ജറ്റല്ലാത്ത ഒരു വീടും കാര്യങ്ങളൊക്കെയാണ്. ഈ വീടിൻ്റെ ലൊക്കേഷൻ ആദ്യമേ തന്നെ പറയാം. ആ ലൊക്കേഷൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ മാത്രമാണ് തുടർന്ന് കാണേണ്ടതുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. തൃശ്ശൂർ ജില്ലയിലെ ഊരകം പ്രദേശത്ത് പല്ലിശ്ശേരി ഭാഗത്താണ് ഈ വീട് വരുന്നത്.
ബസ് റൂട്ടിൽ നിന്നും വെറും 100 മീറ്റർ ഡിസ്റ്റൻസിലും ഊരകം സെൻറ്ററിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ഡിസ്റ്റൻസിന് താഴെയായിട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന 1720 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമിൻ്റെ ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. വെള്ളം കയറാത്ത, വെള്ളത്തിന് യാതൊരു ടൈറ്റുമില്ലാത്ത, സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന രീതിയിൽ വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള, വറ്റാത്ത കിണറുള്ള കാരണം പഞ്ചായത്തിൻ്റെ പൈപ്പ് കണക്ഷൻ്റെ വാട്ടർ കണക്ഷൻ ക്യാൻസൽ ചെയ്തിട്ടുള്ള ഒരു വീടാണ്. ആദ്യമേ തന്നെ ഈ വീടിൻ്റെ യാത്രാ സൗകര്യങ്ങളും കാര്യങ്ങളും ഒന്ന് നമുക്ക് കണ്ണോടിച്ചിട്ട് വരാം. ഞാൻ മുൻപേ പറഞ്ഞ പോലെ തൃശ്ശൂർ ജില്ലയിലെ ഊരകം പ്രദേശത്ത് പല്ലിശ്ശേരി ഭാഗത്താണ് ഈ വീടുള്ളത്. ബസ് റൂട്ടിൽ നിന്നും വെറും 100 മീറ്റർ ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ ഊരകം സെൻറ്ററിൽ നിന്ന് 1 കിലോമീറ്റർ ഡിസ്റ്റൻസിന് താഴെയായി. തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം 14 കിലോമീറ്റർ ഡിസ്റ്റൻസ്, പുതുക്കാട് സെൻറ്ററിൽ നിന്നും ഹൈവേ NH 544 നിന്നും നാഷണൽ ഹൈവേയിൽ നിന്നും 6 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നിന്നും ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം 1/2 കിലോമീറ്റർ ഡിസ്റ്റൻസ്, മുസ്ലിം പള്ളിയിലേക്ക് ഏകദേശം 700 മീറ്റർ, അമ്പല പരിസരത്തേക്ക് ഏകദേശം 300 മീറ്റർ, അതുപോലെ തന്നെ LP സ്കൂളിലേക്ക് വെറും 150 മീറ്റർ, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂള് 2 സ്കൂളായിട്ട് വരും ഏകദേശം 3 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ. ചേർപ്പ് പ്രദേശം, ചേർപ്പ് സെൻറ്ററിലേക്ക് 3 കിലോമീറ്ററാണ്. ചേർപ്പ് സെൻറ്ററിൽ 3 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നിരവധി ഹയർ സെക്കൻഡറി സ്കൂളുകൾ, അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ്, ബാങ്ക്, പോലീസ് സ്റ്റേഷൻ, അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ, ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഏകദേശം 3 കിലോമീറ്ററിനുള്ളിൽ ചേർപ്പ് സെൻറ്ററാണ്. 1 കിലോമീറ്റർ ഊരകം സെൻറ്ററാണ്. അവിടെയും അത്യാവശ്യം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അവിടെയും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 8.5 സെൻറ്റ് സ്ഥലത്തിൽ 1720 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമായിട്ടുള്ള, മുകൾ ഭാഗത്ത് അത്യാവശ്യം ഒരു വലിയ ഹാളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീടാണ്. വീടിൻ്റെ പൂർണ്ണമായ കാര്യങ്ങൾ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ വീട് 1720 സ്ക്വയർ ഫീറ്റിൽ 1220 സ്ക്വയർ ഫീറ്റാണ് താഴത്തെ വാർക്കയുള്ള ഭാഗം. മുകൾ ഭാഗത്തെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് ഏകദേശം 4 കൊല്ലത്തോളം ആയിട്ടുള്ളൂ. അവിടെ ഏകദേശം 500 സ്ക്വയർ ഫീറ്റ് ജിപ്സം ബോർഡിൻ്റെ വർക്ക് നടത്തിയിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഡ്രസ് വർക്കും കാര്യങ്ങളൊക്കെയാണ് നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിൽ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു വീടാണ്. 4 ബെഡ്റൂമിൽ 3 ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം കണക്കാക്കുന്ന ബെഡ്റൂമുകളാണ്. 14:10 ആ 3 ബെഡ്റൂമിൻ്റെ അളവ്. ഒരു ബെഡ്റൂം മാത്രമാണ് 10x11 വരുന്നത്. അത്യാവശ്യം വീടിൻ്റെ ചുറ്റുപാടും അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിലും അത്യാവശ്യം 1720 സ്ക്വയർ ഫീറ്റ് ഉള്ള കാരണത്താൽ ഈ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു വീടാണ്. ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 8.5 സെൻറ്റ് സ്ഥലത്തിൽ 1720 സ്ക്വയർ ഫീറ്റിൽ കാണുന്ന ഈ വീട് ഏകദേശം താഴത്തെ ഭാഗത്ത് 10 കൊല്ലത്തെ പഴക്കവും മുകൾ ഭാഗത്ത് ഏകദേശം 4 കൊല്ലത്തെ പഴക്കമായിട്ടുള്ള ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് 39 ലക്ഷം രൂപയാണ്. ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിൾ ആണ്. വീടിന് ഏത് ബാങ്കിൽ നിന്നായാലും ലോൺ സൗകര്യം കാര്യങ്ങളും ഉൾപ്പെടെ അവൈലബിൾ ആണ്. വീട് കാണുന്നതിനും ആവശ്യമായ കാര്യങ്ങൾക്കും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അടുത്ത ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.